പ്രിയപ്പെട്ടവരെ, ഞാൻ നിൽക്കുന്നത് പാലാങ്കരയാണ്. പാലാങ്കര ഇവിടെ ഒരു പള്ളിയുടെ മുമ്പിൽ ഒരു ക്രിസ്മസ് ആഘോഷം നടക്കുകയാണ്. അപ്പൊ എന്താണ് ഈ ക്രിസ്മസ് ആഘോഷത്തിന് പ്രത്യേകത എന്ന് ചോദിക്കാം. ഇവിടെ ഒരുപാട് ക്രിസ്ത്യൻ സംഘടനകൾ ഒരുമിച്ചാണ് ക്രിസ്മസ് ആഘോഷം നടക്കുന്നത്. പല സംഘടനകളും പല രൂപത്തിൽ നടത്തുന്ന പരിപാടികൾ എല്ലാവരും കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ കാഴ്ചയാണ്, ഐക്യത്തിന്റെ കാഴ്ചയാണ്, സാഹോദര്യത്തിന്റെ കാഴ്ചയാണ്, സഹവർത്തിത്വത്തിന്റെ കാഴ്ചയാണ്, സമാധാനത്തിന്റെ കാഴ്ചയാണ്. വിഭാഗീയതയുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ്. അവിടെ അക്രമമാണ്, അനീതിയാണ്, ഇവിടെ സമാധാനമാണ്. നമുക്ക് ദൃശ്യങ്ങളൊന്ന് കാണാം. യഹൂദിയായിലെ ഒരു എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫോറം പാലാങ്കര മൂത്തേടം കരുളായി 13ാമത് ഐക്യ ക്രിസ്മസ് ആഘോഷം 2024 ഡിസംബർ 13 വെള്ളിയാഴ്ച പാലാങ്കര സെന്റ് മേരീസ് പള്ളി അങ്കണത്തിൽ മഹനീയ അന്തരീക്ഷത്തിൽ നടന്നു. 5:30 ക്രിസ്മസ് റാലി പാലാങ്കര സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് ആരംഭിച്ചു. 6:30 ക്രിസ്മസ് സമ്മേളനം ആരംഭിച്ചു. റവറന്റ് ഫാദർ വർഗീസ് കണിയാമ്പറമ്പിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ സ്വാഗതം ആശംസിച്ചു. റവറന്റ് ഫാദർ വിനോദ് ജോസഫ് പ്രസിഡന്റ് ECF അധ്യക്ഷനായിരുന്നു. അഭിവന്ദ്യ യുഹാനോൻ മാർ തിയാഡോഷ്യസ് തിരുമേനി മലങ്കര തുറിയാനി കത്തോലിക്ക സഭ മൂവാറ്റുപുഴ ഭദ്രാസാധിപൻ ഐക്യ ക്രിസ്മസ് ഉദ്ഘാടനം ചെയ്തു. രജപാലകർ ദേവനാദം കേട്ടു ആമോദര വർണ്ണരാജികൾ വിടരും വാനി വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. ക്രിസ്മസിന്റെ അടിസ്ഥാന ആശയം എന്താണ്? ഒറ്റ വാക്കിൽ നമുക്കത് ഒതുക്കാം: സ്നേഹം. അതിലത് മുഴുവൻ നമുക്ക് സ്നേഹത്തിന്റെ ആഘോഷം എന്ന് വിളിക്കേണ്ടി വരുന്നു. മാത്രമല്ല, സ്നേഹം എന്ന് പറയുന്ന ആ ദർശനത്തിന് അതിരുകളില്ല. അതുകൊണ്ട് ലോകമെല്ലാം ഒരേപോലെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന പെരുന്നാളാണ് ക്രിസ്മസ്. അതിർത്തികളില്ലാത്ത സ്നേഹത്തിന്റെ ഒരാഘോഷമാണ്. അതുകൊണ്ടാണ് ഈ ഐക്യ ക്രിസ്മസിന്റെ സാങ്കത്യവും വ്യക്തമാക്കുക. മറ്റ് വ്യത്യാസങ്ങളൊന്നും കൂടാതെ സ്നേഹത്തിന്റെ ഭാഷയിൽ എല്ലാവരും തിരുപ്പിറവി ആഘോഷിക്കാൻ ഒന്നുചേരുന്നു എന്ന് പറയുന്നത് എത്രയോ ആനന്ദകരമാണ്. റവറന്റ് ഫാദർ തോമസ് കല്ലൂർ ഫോർട്ടോ വികാരി എടക്കര, റവറന്റ് ഫാദർ തോമസ് ചാപ്രത്ത് ഫോർട്ടോ വികാരി നിലമ്പൂർ എന്നിവർ സാന്നിധ്യം അറിയിച്ചു. റവറന്റ് ഫാദർ ജെയിംസ് കുന്നത്ത് വികാരി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് പാലാങ്കര, റവറന്റ് ഫാദർ പോൾ വർഗീസ് ECF മുൻ പ്രസിഡന്റ്, റവറന്റ് ഫാദർ മാത്യു ഫിലിപ്പ് വികാരി സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചർച്ച് കാരപ്പുറം, റവറന്റ് ഫാദർ സജി കാട്ടാങ്കുട്ടി വികാരി സെന്റ് ജോസഫ് ചർച്ച് താളിപ്പടം, റവറന്റ് ഉമ്മൻ P. അബ്രഹാം വികാരി സെന്റ് എബനേസർ മാർത്തോമാ ചർച്ച് മൂത്തേടം, റവറന്റ് ഫാദർ ജെറാൾഡ് ജോസഫ് വികാരി സെന്റ് ജോസഫ് ചർച്ച് മൂത്തേടം, റവറന്റ് ഫാദർ റിജിൻ B. വികാരി ഒരേബ് മാർത്തോമാ ചർച്ച് പാലാങ്കര, റവറന്റ് ഫാദർ ലിജോ കെ ജോർജ് വികാരി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് കരുളായി, റവറന്റ് ഫാദർ സജി ജോർജ് വികാരി സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ പാലാങ്കര എന്നിവരുടെ മഹനീയ സാന്നിധ്യം ഉണ്ടായിരുന്നു. കരുളായി മൂത്തേടം പഞ്ചായത്തുകളിലെ വിവിധ ഇടവകകളിലായി ചിതറിക്കിടക്കുന്ന ക്രിസ്ത്യൻ ചർച്ചുകളെ ഒന്നിപ്പിക്കാൻ 13 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ച സംഘടനയാണ് എക്യുമെനിക് ക്രിസ്ത്യൻ ഫോറം ECF. 13 വർഷങ്ങളായി മുടങ്ങാതെ വിവിധ ക്രിസ്ത്യൻ സംഘടനകൾ ഇവിടെ ഐക്യ ക്രിസ്മസ് നടത്തിവരുന്നു. ഏറെ പവിത്രവും ദൈവികവുമായ സേവനം നൽകുന്ന ഇടവകകളിലെ മൂലദർശന്മാർ ഈ സത്യസ്നേഹ ക്രിസ്തുമസിന് ആശീർവാദം നൽകി വരുന്നു. ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ
അവർ കാഴ്ചകൾ വെച്ചു വണങ്ങി. ഈ മഹത്തായ ദൈവപ്രീതിയായ സേവനത്തിന് സൂത്രധാരനും ആയോജകനുമായ ഒരു സത്യസന്ധനായ ശാന്തിക്കാരൻ ഉണ്ട്. അദ്ദേഹത്തെ പരാമർശിക്കാതെ ഈ ഡോക്യുമെന്ററി തുടങ്ങാൻ കഴിയില്ല. മറ്റാരുമല്ല, ജോർജ് മാഷ് എന്ന രാജുമാഷ്. അണയാത്ത ദീപശിഖ 1948 രൂപീകരിച്ച ലോകസഭാ സമിതി വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ഐക്യ ക്രിസ്മസിന് ആദ്യമായി തുടക്കം കുറിച്ചു. ഈ ഐക്യം എന്ന ആശയം ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിൽ വരുത്തിയ ആഘോഷകനാണ് ജോർജ് മാഷ് എന്ന രാജുമാഷ്. പതിമൂന്ന് വർഷങ്ങളായി മുടങ്ങാതെ ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും തിരു സന്ദേശം പ്രഖ്യാപിച്ച് മനുഷ്യഹൃദയങ്ങളെ ഒന്നിപ്പിക്കുന്ന ഈ ശാന്തിക്കാരൻ അശാന്തിയുടെ കാറ്റുകൾ കടന്നുപോയാലും തളരാത്ത ദീപശിഖ പോലെയാണ്. ഓരോ പ്രതിസന്ധിയിലും വിശ്വാസത്തിന്റെ കരുത്തോടെ എഴുന്നേറ്റ് ലോകത്തിന് കൈമുതൽ നൽകുന്ന ഒരുമയുടെ സന്ദേശവാഹകനായി അദ്ദേഹം മാറി. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ സമുദായങ്ങളുടെയും മതങ്ങളുടെയും അതിരുകൾ കടന്ന് ക്രിസ്തുമക്കൾ ഒന്നാണ് എന്ന സന്ദേശം വാനോളം പ്രചരിപ്പിക്കുന്നു. ക്ഷമയുടെയും കരുണയുടെയും ശാന്തമായ തെളിവായ ദൈവിക സ്നേഹത്തിന്റെ ആഴവും വീതിയും ഈ വർഷങ്ങളുടെ ഇടവേളയിൽ അദ്ദേഹം കാണിച്ചു തന്നിരിക്കുന്നു. ക്രിസ്തുമതത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുമതം സ്നേഹം, ക്ഷമ, കരുണ, സഹിഷ്ണുത എന്നീ മൂല്യങ്ങൾ വളർത്തുന്നു. നിനക്ക് പ്രിയമായവനെ പോലെ അതിജീവനത്തിനും സ്നേഹത്തിനും സിദ്ധമാവുക എന്നത് യേശുവിൻ്റെ പ്രധാന ഉപദേശമാണ്. ക്രിസ്തുമതം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും മനുഷ്യനോടുള്ള കരുണയും പ്രദാനം ചെയ്യുന്നു. ഇതിലൂടെ എല്ലാ മനുഷ്യരും തുല്യരാണെന്നും ദൈവത്തിൻ്റെ മക്കളാണെന്നും പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം, പുനരുത്ഥാനം എന്നിവ മനുഷ്യരുടെ പാപങ്ങൾക്ക് മോചനം നൽകുന്നതായി ക്രിസ്തുമതം വിശ്വസിക്കുന്നു. രോഗികളെയും ദുർബലരെയും സഹായിക്കുക, ദാരിദ്ര്യരായവരെ ഉയർത്തുക തുടങ്ങിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ ക്രിസ്തുമതം പ്രോത്സാഹിപ്പിക്കുന്നു. മനുഷ്യജീവിതത്തിനും സാമൂഹിക സമാധാനത്തിനും ഒരു മാർഗദർശകനായി ബൈബിൾ പ്രവർത്തിക്കുന്നു. കല, സാംസ്കാരികം, ആഗോള തത്വചിന്ത, വിദ്യാഭ്യാസം എന്നിവയിൽ ക്രിസ്തുമതത്തിൽ നിർണായക സ്വാധീനമുണ്ട്. വിശ്വവിഖ്യാതമായ ചാരിറ്റി പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ മേഖലയിലെ സംഭാവനകളും ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും പ്രചാരമാണ് ക്രിസ്തുമതം ഉദ്ദേശം വെക്കുന്ന മറ്റൊരു കാര്യം. യേശുവിൻ്റെ സന്ദേശങ്ങൾ ലോകത്തിന് സമാധാനവും ശാന്തിയും പ്രചരിപ്പിക്കാൻ സഹായിച്ചു. പകരം വെക്കാനില്ലാത്ത യേശു ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങൾ ഇവയാണ്: 1. സ്നേഹിക്കുക, ശത്രുക്കളെയും നിങ്ങളുടെ ചുറ്റുപാടുകളെയും. 2. നീതിയും സമാധാനവും പിന്തുടരുക. 3. ദൈവത്തിൻ്റെ മാർഗത്തിൽ നീതിയോടെ ജീവിക്കുക. ക്രിസ്തുമതത്തിൻ്റെ മൂല്യങ്ങൾ ഇന്ന് ആഗോള വിഷയങ്ങളായ സ്നേഹവും സഹിഷ്ണുതയും നിലനിർത്തുന്നതിന് വളരെയധികം പ്രസക്തമാണ്. അതുപോലെ സാമൂഹിക സേവനങ്ങളിൽ ക്രിസ്തുമതത്തെക്കുറിച്ച് മുന്നോട്ടുള്ള ശക്തിയാക്കി തുടരുന്നു. ക്രിസ്മസ് ക്രൈസ്തവരിൽ ഏറ്റവും പ്രധാനമായ ഉത്സവങ്ങളിൽ ഒന്നാണ്. ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവർ ഉത്സവമായി ആഘോഷിക്കുന്ന ഈ ദിനം യേശുക്രിസ്തുവിൻ്റെ ജന്മദിനമാണ്. ഡിസംബർ 25-നാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഈ ആഘോഷം ക്രൈസ്തവ വിശ്വാസം മാത്രമല്ല, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംപ്രേഷണമായി മാറിയിരിക്കുന്നു. ക്രിസ്മസ് ദിനം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായി കണ്ടുപിടിക്കുന്നു. യേശുവിൻ്റെ ജനനം ലോകത്തോട് ദൈവം അനുഗ്രഹം പ്രകടിപ്പിച്ച കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് സ്നേഹവും കാരുണ്യവും പങ്കിടലും ക്രിസ്മസിൻ്റെ പ്രധാന സന്ദേശങ്ങളാണ്. ക്രിസ്മസ് ക്രൈസ്തവ മതപരമായ സംഭവമായിരുന്നെങ്കിലും ഇന്ന് എല്ലാ മതക്കാരും ആഘോഷിക്കുന്ന സാംസ്കാരിക ഉത്സവമാണ്. ലോകത്തിന് പ്രബുദ്ധതയുടെ സമാധാനത്തിൻ്റെ സന്ദേശം നൽകുന്നതിനാണ് ഈ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത്. ക്രിസ്മസ് ക്രൂരതകൾക്കും വിദ്വേഷത്തിനുമേൽ സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും വിജയം ബോധിപ്പിക്കുന്നു. ക്രിസ്മസ് കരോൾ പാട്ടുകൾ, ഗൃഹങ്ങൾ അലങ്കരിക്കൽ, ദരിദ്രരായവർക്ക് സഹായം, ക്രിസ്മസ് പ്രത്യേക പ്രാർത്ഥനകൾ, കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒന്നായുള്ള ആഘോഷം,
ക്രിസ്മസ് സമൂഹത്തിൽ ഏകത്വം കൊണ്ടുവരുന്ന ഒരു അനുഭവമായി കാണപ്പെടുന്നു. ഐക്യ ക്രിസ്മസ്, എക്യുമെനിസം, ക്രിസ്തുമതത്തിലെ വിവിധ പള്ളികളുടെയും മതവിഭാഗങ്ങളുടെയും ഏകത്വത്തിനായി നടത്തുന്ന പ്രസ്ഥാനമാണ്. ലോകമെമ്പാടും നിലനിൽക്കുന്ന ക്രിസ്തുമതത്തിന്റെ വിവിധ പാളികളും ഉപവിഭാഗങ്ങളും കത്തോലിക്ക, പ്രൊട്ടസ്റ്റന്റ്, ഓർത്തഡോക്സ് എന്നിവ തമ്മിൽ സഹകരണം വർദ്ധിപ്പിച്ച് യേശുക്രിസ്തുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും സമാധാനപരമായ സഹവർത്തിത്വം ഉണ്ടാക്കാനുമാണ് ഐക്യ ക്രിസ്മസ് ലക്ഷ്യമാക്കുന്നത്. ഐക്യ ക്രിസ്മസിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഡോക്ട്രിനൽ ആരാധനാ രീതികളിലെ വ്യത്യാസങ്ങൾ അതിജീവിച്ച് ഒന്നിച്ചു നിന്ന് ദൈവത്തിന്റെ സേവനം ചെയ്യുക. സാമാന്യ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ ക്രിസ്ത്യൻ സംഘടനകൾ തമ്മിൽ കൂട്ടായ്മ നിലനിർത്തുക. ക്രിസ്തുവിന്റെ സ്നേഹവും കരുണയും ലോകത്തെ അറിയിക്കുക. ദരിദ്രർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും ഏകകണ്ഠമായി സഹായം നൽകുക എന്നിവയൊക്കെയാണ് ഈ ഐക്യ ക്രിസ്മസിന്റെ ലക്ഷ്യങ്ങൾ. വിഭാഗീയതക്കെതിരായ ഇടപെടലുകൾക്കായി സഹിഷ്ണുത, സംവാദം, സ്നേഹ സന്ദേശം, വിദ്യാഭ്യാസം, സമാധാനപരമായ ഉപദേശം എന്നിവ പ്രാധാന്യമർഹിക്കുന്നു. ഐക്യം വളർത്തുന്നതിലൂടെ മാത്രമേ സമാധാനപരമായ ഒരു സമൂഹം രൂപപ്പെടൂ. ലോകത്തിലെ ഏറ്റവും വലിയ മതം ക്രിസ്തു മതമാണ്. ഇത് ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച ഒരു മതമാണെന്ന് കരുതപ്പെടുന്നു. ലോകമെമ്പാടും ഏകദേശം 2.4 ബില്യൺ ക്രൈസ്തവ വിശ്വാസികളുണ്ട്. ഇത് ആഗോള ജനസംഖ്യയുടെ 1/3 കണക്കാക്കുന്നു. യേശു ക്രിസ്തുവിനെ ദൈവപുത്രനും ലോകത്തിന്റെ രക്ഷകനുമായി കരുതുന്ന ക്രിസ്തുമതം സ്നേഹം, ക്ഷമ, കരുണ, സമാധാനം എന്നീ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. ക്രിസ്തുമതം വിവിധ ശാഖകളായി പ്രധാനമായും കത്തോലിക്ക സഭ, പ്രൊട്ടസ്റ്റന്റ് സഭ, ഓർത്തഡോക്സ് സഭ എന്നീ വിഭാഗങ്ങളിൽ പിരിഞ്ഞിട്ടുണ്ട്. ബൈബിൾ ആണ് ഇതിന്റെ വിശുദ്ധ ഗ്രന്ഥം. അതിലൂടെ ആത്മീയതയും ജീവിതത്തിലൂടെ ദൈവത്തെ അനുഭവിക്കുന്നതിന്റെ മാർഗങ്ങളും പഠിപ്പിക്കുന്നു. ഐക്യം കൊണ്ട് ഒരു സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. 1. ഐക്യം വൈരാധികാരങ്ങൾക്കും സംഘർഷങ്ങൾക്കും മറുപടിയായി പ്രവർത്തിക്കുകയും ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉറപ്പാക്കുകയും ചെയ്യുന്നു. 2. കൂട്ടായ്മയുടെ മൂല്യങ്ങൾ വളർത്തുമ്പോൾ, ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ ശക്തിയും പ്രേരണയും ഉണ്ടാകുന്നു. 3. ഐക്യം സമൂഹത്തിനുള്ളിൽ സഹകരണം വർദ്ധിപ്പിച്ച് സമൂലമായ വികസനത്തിനും മെച്ചപ്പെട്ട തീരുമാനങ്ങൾക്കുമായി വഴിയൊരുക്കുന്നു. 4. ഭിന്നതകളെ വിലയിരുത്തി ആശയവിനിമയത്തിലൂടെ അവയെ പരിഹരിച്ച് ഒരുമയോടെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു. 5. കൂട്ടായ്മയുടെ പിന്തുണയുടെ അനുഭവം വ്യക്തികളുടെയും സംഘങ്ങളുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. 6. ഐക്യത്തോടെ വലിയ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും എളുപ്പത്തിൽ നേരിടാൻ കഴിയുന്നു. 7. സ്നേഹം, കരുണ, ക്ഷമ, പങ്കാളിത്തം എന്നിവയുടെ വളർച്ചയ്ക്ക് ഐക്യം പ്രാധാന്യമറിയിക്കുന്നു. 8. വിവിധ വ്യക്തികളും സാംസ്കാരിക മണ്ഡലങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ പുതുമയുള്ള ആശയങ്ങളും സൃഷ്ടിപ്പുകളും ഉണ്ടാകുന്നു. ഐക്യം കൊണ്ടുള്ള ഗുണങ്ങൾ പറയുമ്പോൾ വിഭാഗീയത കൊണ്ടുള്ള ദോഷങ്ങളും എടുത്തു പറയേണ്ടതുണ്ട്. 1. വിഭാഗീയത സമൂഹത്തിൽ വിഭാഗങ്ങൾ ഉണ്ടാക്കുകയും ഏകത്വവും സഹജീവിതവും നശിപ്പിക്കുകയും ചെയ്യുന്നു. 2. വിഭാഗീയത വംശീയത, മതസ്പർദ്ധ, രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾ എന്നിവ തുടക്കം കുറിച്ച് സംഘർഷങ്ങൾക്കും കലാപങ്ങൾക്കും ഇടവരുത്തുന്നു. 3. വ്യക്തികൾ തമ്മിൽ വിശ്വാസവും പിന്തുണയും നഷ്ടമാകുന്നത് വ്യക്തിപരമായ ബന്ധങ്ങൾ തകരാനും കാരണമാകുന്നു. 4. വിഭജിത സമൂഹത്തിൽ സഹകരണം കുറയുന്നത് സാമ്പത്തികവും സാംസ്കാരികവും സാമൂഹികവുമായ പുരോഗതിക്ക് തടസ്സമാകുന്നു. 5. വിഭാഗീയത കൂടുതൽ വിദ്വേഷവും ദോഷങ്ങളും ഉണ്ടാക്കി ആളുകൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നു. 6. ഓരോ വിഭാഗവും മറ്റേതൊരു വിഭാഗത്തെക്കാൾ മുൻഗണന ലഭിക്കണമെന്ന കരുതുമ്പോൾ അസമത്വവും വിവേചനവും വളരുന്നു. 7. വിഭജനങ്ങളും കലാപങ്ങളും രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥയെ തകർക്കുന്ന വിധത്തിൽ സ്വാധീനിക്കുന്നു. 8. വിഭാഗീയത വ്യക്തികളിൽ മാനസിക സമ്മർദ്ദം, ഒറ്റപ്പെടൽ, കൊളുത്തിയ വിരോധം എന്നിവയ്ക്ക് ഇടയാകുന്നു. 9. വിഭജിത മനോഭാവം ജനാധിപത്യ തത്വങ്ങൾക്കും നിയമവാഴ്ചയ്ക്കും ദോഷം ചെയ്യുന്നു. നമ്മുടെ ഐക്യവും സഹകരണവും മുൻപോട്ടുള്ള ഓരോ വിജയത്തിനും അടിത്തറയാവട്ടെ. പ്രയാസങ്ങൾക്കുവരെ കരുത്തോടെ മുന്നേറി ഒരുമിച്ചുള്ള ശ്രമങ്ങൾ മൂലം ഒരു നന്മയും സമാധാനവും നിറഞ്ഞ ഭാവി സൃഷ്ടിക്കാം. എല്ലാവരുടെ കൂടെ നിന്നാൽ അനന്ത സാധ്യതകളാണ് നമ്മെ കാത്തിരിക്കുന്നത്. കണ്ടു
അവർ സ്വർഗീയ ഗാനം കേട്ടു. മരിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. മരിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. ദൂരെ നിന്നും ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വെള്ളിനിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ. വെള്ളിനിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ. നവസ്വരമഞ്ജരിയിൽ ഒരു മനസ്സോടെ നാഥനെ വാഴ്ത്തിപ്പാടുന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. താങ്ക് യു. അപ്പോൾ ഇവരെല്ലാം തന്നെ ഈ 5 വൈദികരും നമ്മുടെ ഈ ഐക്യസ്തും സാഘോഷത്തിൽ പുതുമുഖങ്ങളാണ്. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സീനിയർ അച്ഛൻ സരമ, നിങ്ങൾ 3 പേര് നമുക്ക് നല്ല കാലാവസ്ഥയാണെങ്കിൽ വെറുതെ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നത് വരും. അഡ്വാൻസ് ആയിട്ട് വരുന്നു. ഡിലേ ഒന്ന് കുറച്ച് കുറക്കണം. ഡിലേ ഒന്ന് കുറക്കണം. കേൾക്കുന്നില്ലേ? ഓക്കെ. നമ്മുടെ ഇവിടെ നടന്നു രണ്ടാം സ്ഥാനത്തിനുള്ള സമ്മാനം നൽകുന്നു. നമ്മുടെ മർത്തോമ ചർച്ച് മൂത്തേടമാണ്. അവർക്കുള്ള സമ്മാനം നൽകുന്നു. താങ്ക് യു വെരി മച്ച്. കരോൾ റൗണ്ട് 2ാം സ്ഥാനം എബനേസർ ചർച്ച് മൂത്തേടം. അവർക്കുള്ള വാങ്ങിച്ചോ. താങ്ക് യു മക്കളെ, താങ്ക് യു വെരി മച്ച്. അഭിനന്ദനങ്ങൾ. താങ്ക് യു മക്കളെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. 2ാം സ്ഥാനം മനോഹരമായ ഒരു ബാൻഡ് സെറ്റും അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നാളുകളിലും നിങ്ങളുടെ വലിയ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, ഇനി നിങ്ങൾ അതിന്റെ ടീം ക്യാപ്റ്റൻ ടീം ക്യാപ്റ്റൻ ഒരാൾ വരും. മത്തോമ്പള്ളിയുടെ ബാബ.
ഓക്കെ അല്ലേ? താങ്ക് യു. എടുത്തെടുത്തു. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് ഇപ്രാവശ്യത്തെ നമ്മുടെ മത്സരത്തില്